പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ? ഛേ, പേര് മാറിപ്പോയി. സിംഗിനെ അറിയാമോ, ഞങ്ങളുടെ ഉദ്ധം സിംഗിനെ അറിയാമോ? ആ രണഗാഥയറിയാമോ? ആരാണ് ഈ ഉത്തം സിംഗ്? ഉത്തം സിംഗിന്റെ കഥ അത് ഒന്നൊന്നര കഥയാണ്. 1899 ഡിസംബർ 20 ഇന്നത്തെ പഞ്ചാബിലെ സുനമിലായിരുന്നു ഉദ്ധം സിംഗിന്റെ ജനനം. ചെറുപ്പത്തിലെ മാതാവും പിതാവും മരിച്ചുപോയ ഉദ്ധം വളർന്നതും പഠിച്ചതും അനാഥാലയത്തിലായിരുന്നു. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരെ നടന്ന വെടിവയ്പിൽ ഉദ്ധം സിംഗും അവിടെ ഉണ്ടായിരുന്നു. ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഉദ്ധം സിംഗ് പിന്നീട് ജയിലിൽ കഴിയേണ്ടി വന്നു. പുറത്തിറങ്ങിയ ശേഷമാകട്ടെ ചാര പോലീസുകാർ അദ്ദേഹത്തെ പിന്തുടർന്നു. കഠിന പരിശ്രമത്താൽ പണമുണ്ടാക്കി ഉദ്ധം സിംഗ് ഒരു തോക്കും സംഘടിപ്പിച്ച് ഇംഗ്ലണ്ടിലെത്തി. 21 വർഷമായി നെഞ്ചിലെരിയുന്ന പ്രതികാരത്തിന്റെ കനലുമായി കഴിഞ്ഞിരുന്ന ഉദ്ധം സിംഗിന് ഒടുവിൽ ആ അവസരം വീണുകിട്ടി. 1940 മാർച്ച് 13 ലണ്ടനിലെ കോക്സ്റ്റൺ ഹാളിൽ ഒരു പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നവരിൽ മുൻ പഞ്ചാബ് ലഫ്റ്റനന്റ് ഗവർണർ മൈക്കേൽ ഒ ഡോയർ ഉണ്ടായിരുന്നു. ഈ ഗവർണർ ഡോയറും ജനറൽ ഡയറും ചേർന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആസൂത്രണം ചെയ്തത്. ഉദ്ധം സിംഗ് ഒ ഡയറിനെയും മറ്റു രണ്ടുപേരെയും അവിടെ വെച്ച് വെടിവെച്ചു കൊന്നു. പിടിയിലായ ശേഷം ഉദ്ധം സിംഗ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഞാൻ എന്റെ കടമ ചെയ്തു. അവൻ അത് അർഹിച്ചിരുന്നു. എനിക്ക് മരിക്കാൻ ഭയമില്ല. എന്റെ രാജ്യത്തിനു വേണ്ടി മരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ലണ്ടനിലെ പെൻഡോൺ വില്ലെ പ്രിസണിൽ വെച്ച് 1940 ജൂലൈ 31 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. 1974 ജൂലൈ 19 ഉദ്ധം സിംഗിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഭാരതത്തിലെത്തിച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും ഗ്യാനി സെയിൽ സിംഗും ശങ്കർ ദയാൽ ശർമ്മയും ചേർന്നാണ് സ്വീകരിച്ചത്. ഉദ്ധം സിംഗിന്റെ നാടായ സുനമിൽ ദഹിപ്പിക്കുകയും ചിതാഭസ്മം സത്ലജ് നദിയിൽ ഒഴുക്കുകയും ചെയ്തു. ഒരു ഭാഗം ചിതാഭസ്മം അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് സ്മാരകത്തിലും സൂക്ഷിച്ചിട്ടുണ്ട്. സ്വന്തം നാടിനു വേണ്ടി പൊരുതാൻ ഭഗത് സിംഗിനും ഉദ്ധം സിംഗിനും ജീവാഗ്നിയായത് ജാലിയൻ വാലാബാഗിൽ ചിതറി വീണ ചോരത്തുള്ളികളായിരുന്നു.